നിങ്ങൾക്ക് കാണാമല്ലോ, ദ മീൻ ഈൽഡ് ഓഫ് വീറ്റ് ഫ്രം എ ഡിസ്ട്രിക്ട് എ വാസ് 210 LBS വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 LBS. ഈ LBS എന്നൊക്കെ പറയുന്നത് എന്തോ അളവങ്ങണ്ട, പെർ ഏക്കർ ഫ്രം എ സാമ്പിൾ ഓഫ് 100 plots. ഇൻ അനദർ ഡിസ്ട്രിക്ട് ബി ദ മീൻ ഈൽഡ് വാസ് 200 LBS. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 LBS ആണ് from a sample of 150 plots. Assuming that the standard deviation of yield is in entire state was 11 LBS, test mean yield of crops in 2 districts. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്തത് നമുക്ക് തന്നിട്ടുണ്ട് 2 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഡിസ്ട്രിക്റ്റ് എയും ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ബിയും ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് എയുടെ സംഭവ വികാസങ്ങളെല്ലാം ഇതിനകത്ത് തന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഡിസ്ട്രിക്റ്റ് ബിയുടെയും തന്നിട്ടുണ്ട്. അപ്പം ഡിസ്ട്രിക്റ്റ് എയുടെ കേസിൽ ഡിസ്ട്രിക്റ്റ് എയുടെ മീൻ തന്നിട്ടുണ്ട്, സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ് എത്രയാണ്? എന്ന് പറയുന്നത് 100 അതായത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? സാമ്പിളിൻ്റെ സൈസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 100. അതേ കണക്ക് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 10. അപ്പം ഇവിടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ആവറേജ് എന്ന് വരുവാണെങ്കിൽ അത് മീൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ മീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്താണത് കൺസിഡർ ചെയ്യുന്നത്? 210 എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ മീനാണ്. അപ്പോൾ സാമ്പിളിൻ്റെ മീൻ 210, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10, N1 എന്ന് പറയുന്നത് 100. ഇനി ഡിസ്ട്രിക്ട് ബിയുടെ കേസാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് ബിയുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12. അതേ കണക്ക് തന്നെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 150. സാമ്പിൾ സൈസ് 150. അതേ കണക്ക് തന്നെ ഇവിടെ തന്നിരിക്കുന്നത് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 200. ഇവിടെയും നമുക്ക് ആവറേജ് ഒന്നും തന്നിട്ടില്ല. ക്വസ്റ്റ്യനകത്ത് ആവറേജ് എന്ന് തരുവാണെങ്കിൽ അത് പോപ്പുലേഷൻ മീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആവറേജ് തരാത്തതുകൊണ്ട് തന്നിരിക്കുന്നത് 200 ആയതുകൊണ്ട് തന്നെ നമ്മളത് എന്ത് മീനായിട്ട് കൺസിഡർ ചെയ്യുന്നു? സാമ്പിളിൻ്റെ മീനായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ഇത് ഇവിടെ ഇൻക്രീസ് എന്നോ ഡിക്രീസ് എന്നോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതെന്തൊരു ടെസ്റ്റാണ്? 2 tailed ടെസ്റ്റാണ്. അപ്പോൾ H0 = μ1 = μ2. μ1 ഉം 2 ആണ്. കാരണം ഇവിടെ 2 ആൾക്കാരുണ്ടല്ലേ, 2 പോപ്പുലേഷൻ മീനും അല്ലെങ്കിൽ രണ്ട് ആൾക്കാരുടെ കേസസ് ആണ് ഇവിടെ പറയുന്നത്, 2 സാമ്പിൾസ് ആണ്. അതുകൊണ്ടാണ് μ1 = μ2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് 2 tailed ആണ്, ഇൻക്രീസ് എന്നോ ഡിക്രീസ് എന്നോ ഇല്ല. അതുകൊണ്ട് തന്നെ μ1 ≠ μ2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊരു ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ഇസഡ് ടെസ്റ്റാണ്. യൂസ് ഇസഡ് ടെസ്റ്റ് ബിക്കോസ് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. പിന്നെ സാമ്പിൾ 30-നെക്കാട്ടി ചെറുതാണെങ്കിലാണ് ടി ടെസ്റ്റ്, ഇത് 30-നെക്കാട്ടി വലുതാണ്. അപ്പോൾ 100, ഇവിടെ നോക്കി 150. അപ്പോൾ എന്തൊരു ടെസ്റ്റാണ്? പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരുന്നുണ്ട്. അപ്പോൾ അത് എന്തുവാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് ഇസഡ് ടെസ്റ്റ് വെച്ച് യൂസ് ചെയ്യാനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇസഡ് ടെസ്റ്റിൻ്റെ ഫോർമുല എഴുതുന്നു. x1 ബാർ - x2 ബാർ ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് എഴുതുന്നു. ഇനി x1 എന്ന് പറയുന്നത് എത്രയാണ്? 210. x2 എന്ന് പറയുന്നത് എത്രയാണ്? 200/SE. ഇനി SE കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് നോക്കുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പം ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യനകത്ത് വേറൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. എന്തുവാന്ന് പറഞ്ഞാൽ, അസ്യൂമിങ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈൽഡ്സ് ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ് വാസ് 11. 2 സ്റ്റേറ്റിലെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് സിഗ്മ എന്ന് പറയുന്നത് എത്രയാണെന്നാണ്? 11 എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11 ആണ്. ഇതിൻ്റെ 11 ആണ്, ഇതിൻ്റെ 11 ആണ്. പിന്നെ ഇവിടുത്തെ അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ 0.05 ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ രണ്ടിടത്തും ഒരേപോലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്? ഇത് പ്ലോട്ട് എയിലും പ്ലോട്ട് ബിയിലും സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫോർമുലയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഫോർമുല നമ്മൾ എഴുതുന്നു. സിഗ്മ 11 ആണ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11. ഓക്കെ, അത് കണക്ക് തന്നെ 1/N1 എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ഇവിടെ 100, ഇവിടുത്തെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 150 ആണ്. ഇനി നമ്മളിത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ LCM എടുക്കണം. ഈ സാധനങ്ങൾ തമ്മിൽ ഇതിനകത്ത് കിടക്കുന്ന സമയം LCM അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ദിസ് എന്ന് കിട്ടും.
അപ്പോൾ ഈ റൂട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ്, റൂട്ടിന് പുറത്തുള്ള ആളെ 11 ഞാൻ എടുത്തിട്ടില്ല. ഈ റൂട്ടിനകത്തുള്ളത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് 1.42 എന്ന് കിട്ടുന്നത്. അല്ല സോറി, നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ റൂട്ടിനകത്തുള്ള സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.12 എന്ന് കിട്ടും. 0.12 ഇൻറ്റു 11 ഇൻറ്റു ചെയ്യുമ്പോൾ 1.42 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് സ്റ്റാൻഡേർഡ് ഇററാണ്. SC ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ SC ആണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ഇസഡിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഈ SC എത്ര ഇട്ട് കൊടുക്കേണ്ടത്? 1.42. 210 മൈനസ് 200 ഒക്കെ ഇവിടെ നിന്നാണ് വന്നത്. താണ്ടെ ഇവിടെ നിന്നാണ് വന്നത്. 210 മൈനസ് 200/SC. അപ്പോൾ SC ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ SC വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ SC ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ SC വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 10/1.42 കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം 7.02 കിട്ടും. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് Z ഇൻഫിനിറ്റി ആണ്, 2 tailed ആണ്. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ 1.96 ആണ്. ടേബിൾ വാല്യൂ അതിനകത്ത് നോക്കണം. ഇവിടെ ടേബിൾ വാല്യൂ ഇസ് ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. കാരണം കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് ഇവിടെ വലുത്. കാൽക്കുലേറ്റഡ് വാല്യൂ ഇവിടെ വലുതായതുകൊണ്ട് തന്നെ വി റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. ടേബിൾ വാല്യൂ ചെറുതാണ്. സോ വി റിജക്ട് നൾ ഹൈപ്പോത്തസിസ്.